CPM പാർട്ടിയുടെ ജില്ലാതല സമ്മേളനങ്ങൾ അതിഗംഭീരമായിട്ട് പാർട്ടി പ്രവർത്തകർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തെറ്റ് കാണിച്ചവരെ തിരുത്താൻ താഴെത്തട്ടിലുള്ള അണികൾ ധീരമായി കടന്നു വന്നു എന്നാണ് ഈ അടിത്തട്ടിലുള്ള ചർച്ചകളിൽ നിന്ന് നമുക്ക് പത്രങ്ങളിൽ കൂടി അറിയാൻ കഴിഞ്ഞത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി നിലനിന്നില്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ നിലനിൽക്കില്ല എന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി നിലനിന്നില്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരില്ല, പാർട്ടി ഓഫീസുകൾ തന്നെ നിലനിൽക്കില്ല. ആ അവസ്ഥയിലേക്ക് പാർട്ടി മാറിയപ്പോഴാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട തെറ്റുകാരെ വിരൽ ചൂണ്ടിക്കാണിക്കാൻ പാർട്ടി പ്രവർത്തകർ മുതിർന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ടത് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പരാജയപ്പെട്ടു. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് തന്നെ സീറ്റ് കൊടുത്തു. പാർട്ടി ജനറൽ സെക്രട്ടറി MLA ആയിരുന്നു, അയാൾ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയപ്പോൾ അയാളുടെ ഭാര്യേനെ തന്നെ പരിഗണിച്ചു. അതേപോലെ തന്നെ 2 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, അതിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ അയാൾ തന്നെ പ്രതിപക്ഷ നേതാവായി. അപ്പോൾ ഈ പോക്ക് ശരിയല്ലെന്ന് ബോധ്യപ്പെടാൻ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു കണ്ടപ്പോഴാണ് നേതൃത്വം ശരിയല്ല എന്ന് പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോൾ പറയാൻ സാധിച്ചു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം വഴി പിഴച്ചു എന്ന് അറിയാൻ ഇവർക്ക് ധൈര്യം വന്നത് പാർട്ടി പരാജയപ്പെട്ടതുകൊണ്ടാണ്. പാർട്ടി തുടർ ഭരണത്തിലിരിക്കുമ്പോൾ ഈ പാർട്ടി വഴി തെറ്റിയെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പാർട്ടി നേതൃത്വത്തിന് ബോധ്യമുള്ളതിനേക്കാൾ കൂടുതൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ആളുകൾ ബോധവാന്മാരായിരുന്നു. കാരണം അവർ പറയാൻ ധൈര്യമില്ലാതെ എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പാർട്ടി പരാജയപ്പെട്ടപ്പോൾ നേതൃത്വം പരാജയപ്പെട്ടു എന്ന് പറയാൻ ധീരരായി കടന്നു വന്നത് പാർട്ടിയുടെ അടിത്തട്ടിലെ പ്രവർത്തകരാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശനം ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണ്. കാരണം ഏറ്റവും വലിയ ആക്ഷേപവും ഏറ്റുവാങ്ങിയത് താഴെത്തട്ടിലെ പ്രവർത്തകരാണ്. നേതൃത്വം ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല. നേതൃത്വത്തിന് മുകളിലിരുന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴെത്തട്ടിൽ നടന്നോളൂ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവരിയ്ക്കുന്നത്. പക്ഷെ പാർട്ടി പരാജയപ്പെട്ടത് എന്തു കാരണത്താലാണ് എല്ലാ പ്രവർത്തകരും ഇപ്പോൾ അതാത് ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും താഴെത്തട്ടിൽ തന്നെ വിമർശനം കെടുക്കും, മുകൾത്തട്ടിലൊന്നും അത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. എന്താ കാരണം വെച്ചാൽ മുകൾത്തട്ടിലെ പണമാണ് താഴെത്തട്ട് വരെ പ്രവർത്തിപ്പിക്കുന്നത്. താഴെത്തട്ടിൽ നിന്ന് പണം മുകളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതില്ല. അപ്പോൾ മുകൾത്തട്ടിൽ നിന്ന് പണം കിട്ടിയാലേ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പാർട്ടി പ്രവർത്തകർ എന്ത് പറഞ്ഞാലും അത് മുഖവിലേക്ക് എടുക്കാത്ത കാലമായി മാറിയിട്ടുണ്ട്. പിന്നെ പാർട്ടിയുടെ എല്ലാവർക്കും PR വർക്കാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ ആരും ഭയപ്പെടരുത്, പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടം അത് വ്യക്തികളുടെ പോരാട്ടമല്ല, അത് ആശയപരമായ പോരാട്ടങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുന്നത് ജനാധിപത്യപരമായി നല്ല കാര്യമാണ്.